Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് സ്പെസിഫിക് നമ്പർ ഓഫ് ലൈൻസ് ഒരു ഫയലിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമന്റ്സ് ആണ് ഹെഡും ടൈലും. അതിൽ ആദ്യം നമുക്ക് ഹെഡ് കമന്റ് എന്തിനാണ് യൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു VI പ്ലേസ് ഡോട്ടുള്ള ഫയൽ ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇതിൽ എത്ര ലൈൻസ് ഉണ്ട്? ഇതിൽ ഇഷ്ടപ്രകാരം ലൈൻസ് ഉണ്ട്. 200 ഏതാണ്ട് ഓൾമോസ്റ്റ് 200 ലൈൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഹെഡ് കമന്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു 17th ലൈൻ വരെ പ്രിന്റ് ചെയ്യണം. ഈ ഒരു പിൻ ബാഷ് വരെ അത് വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് W അടിക്കുക. ഹെഡ് എത്ര ലൈൻസ് ആണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് ഓപ്ഷൻ കൊടുക്കുക. ഹെഡ് ഇപ്പൊ 17 ലൈൻ അല്ലേ പറഞ്ഞ് 17. അതിനുശേഷം പ്ലേസ് ഡോട്ട് TXT ആ ഫയലിന്റെ നെയിം അടിക്കുക. അപ്പൊ കണ്ട ഹാഷ് സിൻ ആ ഒരു ഷബാങ് ക്യാരക്ടർ വരെ പ്രിന്റ് ചെയ്തു. അതായത് 17 ലൈൻസ് വരെ പ്രിന്റ് ചെയ്തു. എത്ര ലൈൻസ് വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഹെഡ് കൊടുക്കുക. അതിനുശേഷം ഹൈഫൺ എത്ര ലൈൻസ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ നോർമലി ഹെഡ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നോർമൽ ഹെഡ് പറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് 10 ലൈൻസ് പ്രിന്റ് ചെയ്യും. അതായത് പ്ലേസ് ഡോട്ട് TXT കൊണ്ട് ജസ്റ്റ് എൻ്റർ അടിച്ച 10 ലൈൻസ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നോർമൽ ഹെഡ് പറഞ്ഞാൽ ഹെഡ് ടൈപ്പ് ചെയ്യുക, കമന്റ് ടൈപ്പ് ചെയ്യുക, ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 1 2 3 4 5 6 8 9 10 ലൈൻസ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഹെഡ് നോർമൽ ആയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 10 ലൈൻസ് പ്രിന്റ് ചെയ്യും. നമുക്ക് ഇഷ്ടാനുസരണം ഇത്ര ലൈൻസ് വെച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഹെഡ് ഹൈഫൺ എത്ര ലൈൻസ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് നിന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. ഹെഡ് അതായത് ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുക, ഹെഡ് ടോപ്പിൽ നിന്നും. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടിയിരിക്കുക. എനിക്കിപ്പോ ഞാൻ ഫയൽ ഡോട്ട് SH ഞാൻ VI ഫയൽ ഡോട്ട് SH ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇതിലിപ്പോ എനിക്ക് കുറെ 4 ലൈൻസ് ഉണ്ട്. അപ്പൊ ഇതെനിക്ക് ലൈൻസ് അല്ലേ, കുറച്ച് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യണം. ഫസ്റ്റത്തെ 20 ക്യാരക്ടർ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഓപ്ഷനാണ് ഹെഡ് ടൈപ്പ് ചെയ്യുക, എത്രയാണോ ക്യാരക്ടർ ടൈപ്പ് ചെയ്യേണ്ടത് ഹൈഫൺ C ടൈപ്പ് ചെയ്യുക. CN പറഞ്ഞാൽ C ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എത്ര ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണം, എനിക്കൊരു 20 ക്യാരക്ടർ ഡിസ്പ്ലേ ആണെങ്കിൽ ഹൈഫൺ CN ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 പിന്നെ ഇവിടുത്തെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൂടിയിട്ട് 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഫൺ CN യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഹെഡ് ജസ്റ്റ് ഫയൽ നെയിം കൊടുത്താൽ ഡിസ്പ്ലേസ് ഫസ്റ്റ് 10 ലൈൻസ് ഫ്രം ദി ഫയൽ ബൈ ഡീഫോൾട്ട്. അതായത് 10 ലൈൻസ് ഡീഫോൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ ഹെഡ് ജസ്റ്റ് ഫയൽ നെയിം കൊടുക്കുന്നത്. ഹെഡ് ഹൈഫൺ N അതിനുശേഷം ഫയൽ നെയിം കൊടുത്താൽ ഡിസ്പ്ലേ ഫസ്റ്റ് N ലൈൻസ് ഫ്രം ദി ഫയൽ. ഫസ്റ്റ് 10 ലൈൻസ് പ്രിന്റ് ചെയ്യാനാണ് ഹെഡ് ഹൈഫൺ N ഫയൽ നെയിം. ഹെഡ് ഹൈഫൺ CN ഈ CN പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കട്ടോ. അപ്പൊ ഹെഡ് ഹൈഫൺ C20 ലൈൻസ് പ്രിന്റ് ചെയ്യുക. അതിനുശേഷം ഫയലിന്റെ പേര് അടിക്കുക. TXT ഫയൽ ആണെങ്കിൽ TXT അടിക്കുക. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ മേലത്തെ എക്സാമ്പിൾ അപ്പൊ എങ്ങനെ ആയിരിക്കും? ഫയൽ ആദ്യം ഹെഡ് കമന്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹൈഫൺ എത്ര ലൈൻസ് ആണ് വേണ്ടത് ഹൈഫൺ അടിക്കുക. അതിനുശേഷം ഫയൽ നെയിം അടിക്കുക. ഫയൽ ഡോട്ട് TXT ടൈപ്പ് കൊടുത്താൽ അതിനനുസരിച്ച് പ്രിന്റ് ചെയ്യും. ഹെഡ് ജസ്റ്റ് ഹെഡ് വെച്ചിട്ട് പ്രിന്റ് ചെയ്താൽ ഹെഡ് ഡിസ്പ്ലേസ് ഫസ്റ്റ് 10 ലൈൻസ് ഫ്രം ദി ഫയൽ ബൈ ഡീഫോൾട്ട്. പിന്നെ നമുക്ക് മറ്റുള്ള കമന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും, പൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ കാറ്റ് ഫയൽ ഡോട്ട് SH ടൈപ്പ് ചെയ്ത് എന്താ വരിക, ആ ഫയലിലെ ഏതൊക്കെ കണ്ടന്റ്സ് 1 2 3 4 ലൈൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് 2 ലൈൻ എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം കാറ്റ് കമന്റ് ടൈപ്പ് ചെയ്യാം. കാറ്റ് ഫയൽ ഡോട്ട് SH ഇത് പൈപ്പ് ചെയ്യണം. അതായത് ഈ കമന്റിന്റെ ഔട്ട്പുട്ട് വേറൊരു കമന്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ചെയ്യാൻ പറ്റും. അതാണ് പൈപ്പിന്റെ സിമ്പിൾ. ഇപ്പൊ ഈ കമന്റിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഈ 4 ലൈൻസ് അത് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഹെഡ് കമന്റിലേക്ക് കൊടുത്തു. ഇനി ഹെഡ് കമന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡ് 2 ലൈൻ പ്രിന്റ് ചെയ്താൽ 2 ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഹെഡ് ഹൈഫൺ 2 ടൈപ്പ് ചെയ്താണ് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഫയൽ നെയിം അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കാറ്റ് ഫയൽ ഡോട്ട് SH അടിക്കുമ്പോൾ ഈ 4 ലൈൻസ് അതിന്റെ ഇൻപുട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഇൻപുട്ടിൽ ഹെഡ് ഹൈഫൺ 2 അടിച്ചാൽ ആ 2 ലൈൻസ് മാത്രം പ്രിന്റ് ചെയ്യും. ഇനി തൊട്ടുമേലെ ഹൈഫൺ 2 പകരം ജസ്റ്റ് ഹൈഫൺ 1 ടൈപ്പ് കൊടുത്താൽ 1 ലൈൻ പ്രിന്റ് ചെയ്യും. കാറ്റ് ഫയൽ ഡോട്ട് SH ഹെഡ് ഹൈഫൺ 1 പകരം ഹെഡ് ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ 7 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യേണ്ടിരിക്കുക. 7 C7 അടിക്കും. C7 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 7 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും. 1 2 3 4 5 6 7. അതായത് കാറ്റ് ഫയൽ ഡോട്ട് SH അടിക്കുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ഇതിന്റെ ഇൻപുട്ടിലേക്ക് പോകും. ആ ഇൻപുട്ടിൽ ഹെഡ് ഹൈഫൺ C7 അടിച്ചാൽ ഫസ്റ്റ് 7 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും. അതിനാണ് അത് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഹെഡ് ഡിസ്പ്ലേസ് ഫസ്റ്റ് ഫ്യൂ ലൈൻസ് ഓഫ് എ ഫയൽ. ഡീഫോൾട്ട് പറഞ്ഞാൽ ഷോസ് ഫസ്റ്റ് 10 ലൈൻസ്. അതിന്റെ ബേസിക് സിന്റാക്സ് പറഞ്ഞാൽ ഹെഡ് അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. ഹെഡും അതിനുശേഷം ഫയൽ നെയിം കൊടുത്താൽ ഡീഫോൾട്ട് ആയിട്ട് 10 ലൈൻസ് പ്രിന്റ് ചെയ്യും.
നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന ലൈൻസ് ഇത്ര ലൈൻസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആണ് ഹെഡ് ടൈപ്പ് ചെയ്യുക -n5 myfile.txt. ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ ഫസ്റ്റ് 5 ലൈൻസ് myfile.txt ഫയൽസിന്റെ ഫസ്റ്റ് 5 ലൈൻസ് പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന് പകരം വേറെ എത്ര ലൈൻസ് ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഹെഡ് -n കൊടുക്കുക, അതിനുശേഷം ഇത്ര നമ്പർ ഓഫ് ലൈൻസ് കൊടുക്കുക. പിന്നെ സ്പെസിഫിക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ യൂസ് -cn ഓപ്ഷൻ കൊടുക്കുക. സി പറഞ്ഞ ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ്. 20 പറഞ്ഞ എത്ര ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യണം അതിനാണ് അത് കൊടുക്കുക. അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. അപ്പൊ ഫസ്റ്റത്തെ 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ മറ്റുള്ള കമന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ക്യാറ്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്യാറ്റ് കൊടുക്കുക, അതിന് ബിഗ് file.txt എടുക്കുക, അതിനുശേഷം ഹെഡ് കൊടുത്താൽ ആ ഫയലിന്റെ ഫസ്റ്റ് 10 ലൈൻസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഹെഡ് കമന്റ് നമുക്ക് നോക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കമന്റ് ആണ് ടെയിൽ കമന്റ്. ഇപ്പൊ ചെയ്ത കമന്റ് ഹെഡ് കമന്റ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുക. ടെയിൽ കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിന്റെ ലാസ്റ്റിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് vi place.txt കൊണ്ടുള്ള ഫയൽ ജസ്റ്റ് ഓപ്പൺ ആക്കണം. ആ ഫയലിൽ എത്ര കണ്ടന്റ് ഉണ്ട്? ഓൾമോസ്റ്റ് 200 ലൈൻസ് ഉണ്ട്. ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ 190 വെച്ചിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ടൈൽ കമന്റ് വെച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എക്കോ പെരിമീറ്റർ ഈ ലൈനായിരിക്കും ഫസ്റ്റ് പ്രിന്റ് ചെയ്യുക. ഞാൻ ടൈലില് -12 ആണ് കൊടുക്കുന്നതായിരിക്കും. 12 ലൈൻസ് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ റീഡ് -p വെച്ചിട്ടായിരിക്കും പ്രിന്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ടൈൽ കമന്റ് കൊടുത്തു, അതിനുശേഷം -12 ആദ്യം കൊടുത്തു. 12 ലൈൻസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ 12 കൊടുക്കുക, അതിനുശേഷം place.txt ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ കണ്ട റീഡ് -p എന്റർ ലെങ്ത് വെച്ചിട്ട് പ്രിന്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ടൈൽ കമന്റ് വെച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 10 ലൈൻസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ടൈൽ കമന്റ് കൊടുത്തു. ടൈൽ കമന്റ് ഡീഫോൾട്ട് ആയിട്ട് 10 ലൈൻസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അത് ലാസ്റ്റ് നിന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. ടൈൽ കമന്റ് കൊടുത്തു, place.txt ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ കണ്ട എക്കോ പെരിമീറ്റർ. ഡീഫോൾട്ട് ആയിട്ട് ടൈൽ കമന്റ് 10 ലൈൻസ് പ്രിന്റ് ചെയ്യും. ഇത്ര നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് ലാസ്റ്റിൽ നിന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ടൈൽ കമന്റ് കൊടുക്കുക, അതിനുശേഷം എത്ര ലൈൻസ് ആണോ വേണ്ടത് അത് പ്രിന്റ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് vi file.sh ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. ആദ്യത്തെ കണ്ടന്റ് ആണ് ഈ ഒരു 4 ലൈൻസ്. ഞാൻ ജസ്റ്റ് 7 ക്ലിക്ക് ചെയ്തു. അതായത് കാറ്റ് file.sh വേണമെങ്കിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ കണ്ടന്റ് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം. ഇതിൽ എനിക്ക് ലാസ്റ്റത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ലൈൻസ് അല്ല, ലാസ്റ്റത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ടൈൽ കമന്റ് യൂസ് ചെയ്യുക. അതിനുശേഷം -c എന്ന് കൊടുക്കുന്നത് എത്ര ക്യാരക്ടേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ആ സിമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ. ഇനി എത്ര ക്യാരക്ടേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് -c ശേഷം ടൈപ്പ് ചെയ്യുക. പിന്നെ -c ശേഷം 10 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഫയലിന്റെ നെയിം അടിച്ചു കൊടുത്തു, file.sh. അപ്പൊ ലാസ്റ്റത്തെ 10 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ 10 പറയാൻ ഞാനിപ്പോ 25 എന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ ലാസ്റ്റത്തെ 25 ക്യാരക്ടേഴ്സ് പ്രിന്റ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ. ഇനി എനിക്ക് ഇതേ ടൈൽ കമന്റ് തന്നെ വേറെ കമന്റുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് പൈപ്പിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ജസ്റ്റ് കാറ്റ് ഇതേ ഫയലിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. കാറ്റ് file.sh ഡിസ്പ്ലേ ചെയ്ത ആദ്യത്തെ കണ്ടന്റ് ഈ ഒരു 4 ലൈൻസ് ആണ്. ഈ 4 ലൈൻസ് ആണ് കാറ്റ് file.sh. ഞാൻ കാറ്റ് file.sh കൊടുത്തു. ഇതിന്റെ ഔട്ട്പുട്ട് പൈപ്പ് ചെയ്തു. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് അടുത്ത കമാൻഡിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അടുത്ത കമാൻഡിന്റെ ഇൻപുട്ട് ആയിട്ട് ടൈൽ -2 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റത്തെ 2 ലൈൻസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. കണ്ട, അതായത് കാറ്റ് file.sh ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ലൈൻസ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടും. അതിന്റെ ഔട്ട്പുട്ട് അടുത്ത കമന്റിലേക്ക് ഇൻപുട്ടിലേക്ക് പോയി. അടുത്ത കമന്റ് പറഞ്ഞാൽ ടൈൽ -2 ആണ്. ടൈൽ -2 കൊടുത്താൽ ഈ 4 ലൈൻസിൽ അവസാനത്തെ 2 ലൈൻ പ്രിന്റ് ചെയ്യുക. അതാണ് അതിന്റെ മീനിങ്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചപ്പോൾ അവസാനത്തെ 2 ലൈൻ പ്രിന്റ് ചെയ്തു. ഈ -2 വരെ ഞാൻ -3 ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. -3 ടൈപ്പ് ചെയ്തപ്പോൾ ലാസ്റ്റത്തെ 3 ലൈൻസ് പ്രിന്റ് ചെയ്തു. ഞാൻ -3ക്ക് പകരം ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യേണ്ടി വരിക. ഒരു 20 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ -20ക്ക് മുന്നേ c ടൈപ്പ് ചെയ്യണം. ക്യാരക്ടേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ C20 ടൈപ്പ് കൊടുത്താൽ ലാസ്റ്റത്തെ 20 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും. അതായത് ഈ ഒരു ഫയലിലത്തെ ലാസ്റ്റത്തെ 20 ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതുവരെ ഇതാണ് 20 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തു. അപ്പൊ വേറെ കമന്റ് ആയിട്ട് കമ്പനി ഞാൻ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈൽ കമന്റ് പറഞ്ഞാൽ ലാസ്റ്റ് നിന്നാണ് പ്രിന്റ് ചെയ്യുക. ഡീഫോൾട്ട് ആയിട്ട് 10 ലൈൻസ് ആണ് പ്രിന്റ് ചെയ്യുക. ടൈൽ കമന്റ് പറഞ്ഞാൽ ടൈൽ ഡിസ്പ്ലേ ദി ലാസ്റ്റ് ഫ്യൂ ലൈൻസ് ഓഫ് എ ഫയൽ. ഡീഫോൾട്ട് പറഞ്ഞാൽ ഷോസ് ലാസ്റ്റ് 10 ലൈൻസ്. ബേസിക് സിന്റക്സ് പറഞ്ഞാൽ ടൈൽ കൊടുക്കുക, അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. അതായത് ടൈല് പിന്നെ ഫയൽ നെയിമിന്റെ നെയിം കൊടുക്കുക. സ്പെസിഫിക് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് ലാസ്റ്റിൽ നിന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ടൈല് അതിനുശേഷം -n അവിടെ നമുക്ക് ടൈല് -n കൊടുക്കുക, അതിനുശേഷം എത്ര ലൈൻസ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് കൊടുക്കുക, അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. അപ്പൊ ലാസ്റ്റ് 15 ലൈൻസ് പ്രിന്റ് ചെയ്യും. സ്പെസിഫിക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടിയിരിക്കുക, ലൈൻസ് അല്ല. ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടിയിരിക്കുക. ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ടൈല് -c അതിനുശേഷം എത്ര ക്യാരക്ടേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈല് നമുക്ക് ഇപ്പോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് 20 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ. അപ്പൊ നമുക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടൈല് കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ് ലാസ്റ്റ് 10 ലൈൻസ് ഫ്രം ദി ഫയൽ. ടൈല് -n then ഫയൽ നെയിം കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് n ലൈൻസ് ഫ്രം ദി ഫയൽ.
പിന്നെ ടെയിൽ -c എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് n ക്യാരക്ടേഴ്സ് ഫയൽ നെയിം. പിന്നെ നമുക്ക് പൈപ്പ് ചെയ്യണമെങ്കിൽ ടെയിൽ കമന്റ് യൂസ് ചെയ്യാൻ പറ്റും. പൈപ്പിംഗ്, അതായത് ഒരു കമന്റിന്റെ ഔട്ട്പുട്ട് വേറൊരു കമന്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ടെയിൽ യൂസ് ചെയ്യാൻ പറ്റും.